ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരാകാംക്ഷ അല്ലേ? സൂപ്പർ എന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് ഒരു സവാള ഇതുപോലെ ഗ്രേറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയുടെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഞാനതിപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് സവാള ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക്, ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അളവ് ഞാൻ പറയണില്ല, നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികൾ ചേർക്കുക. പിന്നെ അതാ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കിയ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എല്ലില്ലാത്ത പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ ചിക്കൻ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇനി മസാല തയ്യാറാക്കാം. ഒരു കുഴിയുള്ള പാന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ പൊരിച്ച എണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് കളറ് മാറി വരണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചപ്പ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പ് ഇതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടണത് വരെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലയിൽ ചിക്കനൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഈ ഒരു കിഴങ്ങ് ഉരുളയാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഈ ഫില്ലിംഗ് നിറക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കിഴങ്ങ് അതിൽ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ചപ്പും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടിത് ഉരുളയാക്കിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഇത് എല്ലാം ഒന്ന് ഉരുളയാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നിലും ഫില്ലിങ് നിറക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഉരുളകളാക്കി ഒരു ചെറിയ വലിപ്പത്തിൽ ഉരുളാക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് കൂടെ വരുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മസാലയുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിൽ നിറച്ച് കൊടുക്കാൻ കുറച്ച് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ കിഴങ്ങിൻ്റെ ഉരുള എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആക്കി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ആ ചീസും കൂടെ കഴിക്കുമ്പോൾ. എന്നിട്ട് കുറച്ചും കൂടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്നിങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കുഴി പോലെ ആവും. എന്നിട്ട് ഇതുപോലെ എല്ലാ അറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടി നിൽക്കും. എന്നിട്ടൊന്നും കൂടെ ഉരുളയാക്കി എടുക്കുക. നല്ലൊരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഒന്നും കൂടെ ഉരുളാക്കി എടുക്കുക.
അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ബാക്കിയുള്ളതൊക്കെ അതാ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴിയായി വരും. അപ്പോൾ ഇത് ഉള്ളിൽ ഉള്ള ആ ഫില്ലിങ്ങൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നിൽക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റന്ന് ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഒരു കോട്ടിങ്ങും കൂടെ വേണം. അതിന് വേണ്ടി ഞാൻ അതിലേക്കൊരു കോട്ടിങ് റെഡിയാക്കുന്നുണ്ട്. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പ് ഇതിലൊക്കെ പെട്ടെന്ന് മുന്നിട്ട് നിൽക്കും. അപ്പോൾ കൂടി പോവരുത്, കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ചേർത്ത് കൊടുക്കരുത്, മുട്ട കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതായതുകൊണ്ട്. പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോട്ടിങ്ങിലും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഉപ്പും കുരുമുളകൊക്കെ അതിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഉരുളകൾ ഓരോന്നായിട്ട് ഈ മൈദയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ആവും. അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതേപോലെ തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് വരുന്ന മൈദയുടെ ആ മിക്സ് അതിൽ നിന്നിങ്ങനെ ഉറ്റിപ്പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് എടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ കുറച്ച് സമയം ഒന്ന് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. ആ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ തീ കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറും, ഉള്ളിൽ ശരിക്ക് ഫ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.